കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട യോഗത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ 3 ഫോഴ്സിനും, അതായത് എയർഫോഴ്സിനും നേവിക്കും ഇന്ത്യൻ ആർമിക്കും ഫ്രീ ഹാൻഡ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് എപ്പോൾ എങ്ങനെ ആക്രമിക്കണം എന്ന് നമ്മുടെ സേനകൾക്ക് തീരുമാനിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ സേനകൾക്ക് നൽകിയത്. നിങ്ങളുടെ കയ്യിലാണ് ഇനിയെല്ലാം, നിങ്ങൾക്ക് കൃത്യമായി തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ തലപ്പത്ത് ഉറപ്പായിട്ടും സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിന്റെ മാരകമായിട്ടുള്ള ബുദ്ധിയായിരിക്കും എന്നും നരേന്ദ്രമോദി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ആ ഒരു പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം 24 മുതൽ, അതായത് അടുത്ത 24 മുതൽ 36 മണിക്കൂറിനകം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒരു വമ്പൻ ആക്രമണം നടത്തിയേക്കുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിൽ ഭയന്നിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ നടപടിയെ ഭയന്ന് പാകിസ്ഥാനിൽ പരിഭ്രാന്തിയുടെ അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അതാവുള്ള തരാർ രാത്രി വൈകി, അതായത് ഇന്നലെ രാത്രി, അതായത് പുലർച്ചെ 1:30 വാർത്താ സമ്മേളനം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 1:30 വാർത്താ സമ്മേളനം വിളിച്ച് ഇയാൾ പറയുന്നത് ഏത് നിമിഷവും ഒരു അറ്റാക്കിന് ഇന്ത്യ മുതിരും, വലിയ പരിഭ്രാന്തിയുടെ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളതെന്നാണ് അയാൾ പറഞ്ഞത്. അതേസമയം വിശ്വസനീയമായ രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. ഇന്ത്യ ആക്രമിക്കാൻ തന്നെ ഒരുങ്ങുകയാണ്. 3 വാർ ഫ്രണ്ട് ചിലപ്പോൾ ഇന്ത്യ തുറന്നേക്കും എന്നുള്ള റിപ്പോർട്ടാണ് പാകിസ്ഥാന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. 1 നാവിക സേനയായിരിക്കും, 2 കരസേനയായിരിക്കും, 3 വ്യോമസേനയായിരിക്കും. ഈ 3 സേനകളും ആക്രമിക്കുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. അതായത് അടുത്ത 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ഒരു സൈനിക ആക്രമണം നടത്തിയേക്കാമെന്ന സൂചന നൽകുന്നു. ഭീകരതയ്ക്കെതിരായ നിർണായക പോരാട്ടത്തിന് സേനയ്ക്ക് പ്രധാനമന്ത്രി മോദി പൂർണ്ണ സ്വാതന്ത്ര്യം ചൊവ്വാഴ്ച നൽകിയ സമയത്താണ് ഈ പ്രസ്താവന വരുന്നത്. പഹൽഗാം ആക്രമണത്തിന് കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും ശിക്ഷിക്കാൻ അവർക്ക് കഴിയും. ഈ ഭീകരാക്രമണത്തിൽ 26 ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ഇപ്പോൾ ജമ്മു കശ്മീർ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ നിലവിലില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യം. ജമ്മു കശ്മീരിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈന്യം ഇരച്ചു കയറുകയാണോ, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരുവിധ ധാരണയുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും POKയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാകിസ്ഥാനിലെ പ്രദേശമോ ഇന്ത്യ പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണോ എന്നുള്ള റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ ലഭ്യമല്ല. കാരണം അത് നടന്നു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ. പ്രധാനമായും മാധ്യമങ്ങൾക്ക് കേന്ദ്രത്തിന്റെ കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യരുത്, അതായത് വാർത്തകൾ പെരുപ്പിച്ചു കൊടുക്കരുതെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. എന്തായാലും പാക് മന്ത്രി പറഞ്ഞത് പഹൽഗാം സംഭവത്തെ വ്യാജമായി ഉപയോഗിച്ച് ഇന്ത്യ അടുത്ത 24 മണിക്കൂർ മുതൽ 36 മണിക്കൂറിനുള്ളിൽ സൈനിക നടപടി സ്വീകരിച്ചേക്കുമെന്നാണ്. പാകിസ്ഥാൻ ഇത് വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി തരാറാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റ് എഴുതിയത്. ഏതൊരു അക്രമാത്മക നടപടിക്കും നിർണായകമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തരാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ തന്നെ തീവ്രവാദത്തിന്റെ ഇരയാണ്. ഈ പ്രതിസന്ധിയുടെ വേദന അവർക്ക് ശരിക്കും മനസ്സിലാകും. ലോകത്തിന് മുന്നിൽ ഭീകരവാദത്തെ ഞങ്ങൾ എപ്പോഴും അപലപിക്കുന്നുണ്ട്. സത്യം പുറത്തു കൊണ്ടുവരുന്നതിനായി വിദഗ്ധരുടെ നിഷ്പക്ഷ കമ്മീഷന്റെ വിശ്വസനീയവും സുതാര്യവും സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം പാകിസ്ഥാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും തരാർ പറയുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കണമെന്നുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പ്രധാനമായും UN-നോടക്കം തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പോയി അപേക്ഷിക്കുകയാണ് ഇതിൽ ഇടപെടണമെന്ന്. അതുകൊണ്ട് തന്നെ അന്റോണിയോ ഗുട്ടറസ്, അതായത് UN-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസും വലിയ പിരിമുറുക്കത്തിലാണ് ഇപ്പോൾ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN-നോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഏത് നിമിഷവും അദ്ദേഹം പറഞ്ഞത്, മോദി പറഞ്ഞത് കൂടെ ഈ ഭാഗത്ത് ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് നമ്മുടെ സമയം വളരെ ചെറുതാണ്, എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യ എന്ത് നീക്കമായിരിക്കും നടത്താൻ പോകുന്നതെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.